യേശു ആമേൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ആമേൻ യേശു കർത്താവ് 40 ദിവസത്തോളം ശിഷ്യന്മാർക്ക് ഏകദേശം 519 പേർക്ക് പ്രത്യക്ഷനായി. അതിനുശേഷം ശിഷ്യന്മാർ കാണുക യേശു സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപേ പറഞ്ഞു, ആമേൻ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പി. പ്രൈസ് ദി ലോർഡ്. അതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, അവൻ വന്ന് നിങ്ങൾക്കെല്ലാം ഉപദേശിച്ചു തരും. ഹല്ലേലൂയ. അത് മാത്രമല്ല, സുവിശേഷത്തിൻ്റെ വചനങ്ങൾ ലോകമെമ്പാടും ഘോഷിക്കപ്പെടേണ്ടതിന്, നിങ്ങൾക്ക് ധൈര്യം കിട്ടേണ്ടതിന്, നിങ്ങൾക്ക് ബലം കിട്ടേണ്ടതിന്, നിങ്ങൾക്ക് വരങ്ങൾ ജ്വലിക്കേണ്ടതിന് ഈ പരിശുദ്ധാത്മാവ് ആവശ്യമെന്നുള്ളത് യേശു വരെ പഠിപ്പിച്ചു. ആമേൻ. യേശു കർത്താവ് ഈ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അയക്കുന്നതിന് മുൻപേ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീനെന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി തൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാരെ അയച്ചത്. അങ്ങനെ യേശു കർത്താവ് ഒരു വാഗ്ദത്തം നൽകിയതിനാൽ യേശു ക്രിസ്തു 40ാമത്തെ ദിവസം, ആമേൻ സ്തോത്രം, ഗലീല പുരുഷന്മാർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ ഒലിവുമലയുടെ മണ്ടയ്ക്ക് നിന്ന് സ്വർഗാരോഹണം ചെയ്തതുപോലെ അവൻ മടങ്ങി വരുമെന്ന് കൂടെ ഒരു വാക്ക് പറഞ്ഞു. അപ്പോൾ അതിനു മുൻപായി ആ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് മുതൽ കർത്താവ് പറഞ്ഞതുപോലെ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ശിഷ്യഗണങ്ങൾ കാത്തിരിക്കുവാൻ തുടങ്ങി. അങ്ങനെ 120 പേർ കർത്താവിൻ്റെ വാക്ക് കേട്ട് പ്രാർത്ഥനാ മുറിയിലിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ 10ാമത്തെ ദിവസമെന്ന് പറയുന്നത് ഒരു ദിവസമാണ്, ഒരു പെരുന്നാൾ ദിവസമാണ്. ഹല്ലേലൂയ. ഇന്ന് പല ക്രിസ്തീയ സഭകൾക്കും പെരുന്നാൾ വെക്കുന്നല്ലോ. ഇതുപോലെ ഒരു പെരുന്നാൾ ദിവസം പഴയ നിയമകാലത്തിൽ കൊടുത്ത പെരുന്നാൾ ദിവസമാണ്. ഈ 10ാമത്തെ ദിവസം വരുന്നത് പെസഹയുടെ 50ാം നാളാണ്. ആമേൻ. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50ാം നാൾ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? അന്യഭാഷ എന്നല്ല. പ്രൈസ് ദി ലോർഡ്. പെന്തിക്കോസ്തുകാരനൊന്നുമല്ല. സ്തോത്രം. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50ാം നാൾ. ആമേൻ. ഈ പെസഹയുടെ 50ാം നാൾ, യേശു ക്രിസ്തു കാൽവറി യാഗം സ്വീകരിച്ചതിൻ്റെ 50ാം നാൾ. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം നിവർത്തിക്കുവാനാണ് യേശു വന്നതുകൊണ്ട് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ഒരു വള്ളിക്ക് ഒരു പുള്ളിക്ക് തെറ്റില്ലാതെ ക്രിസ്തു ചെയ്തു തീർത്തു.